ഖുർആനിലെ ഏതെങ്കിലും ഒരായത്ത് നബിദിനം ആഘോഷിക്കാൻ തെളിവായി ഏതെങ്കിലും ഒരു മുഫസ്സിർ തന്റെ തഫ്സീർ രേഖപ്പെടുത്തി കാണിക്കാമോ? ഏതായത്തായാലും മതി. 114 സൂറത്തിലെ 6 ആയത്തുകളിലെ ഏതെങ്കിലും ഒരായത്ത് ഏതെങ്കിലും ഒരു മുഫസ്സിർ ഇത് നബിദിനം ആഘോഷിക്കാൻ തെളിവാകുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. അതിനും വായിക്കും അൽ മുർഷിദ്, അതിനും വായിക്കും ഇബ്നു തൈമിയ്യ. ഓലെ മഹത്വം പറയാൻ വേണ്ടി വന്നതാണെങ്കിൽ അങ്ങനെ വല്ല നേർച്ചയുണ്ടെങ്കിൽ അത് ഇവിടെ വീണ്ടും ചെയ്തു. ആ നേർച്ച വേറെ വീട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ ചോദ്യത്തിന് എന്തെങ്കിലും മറുപടി കൂടെയുള്ള മനുഷ്യന്മാർ ഇപ്പൊ പത്രം വായിക്കാം. കാരണം ഓർക്ക് മനസ്സിലായി കാര്യമില്ല എന്നുള്ളത്. ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, സലഫ് സ്വാലിഹുകൾ ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ മറ്റ് മഹാന്മാരായ മുൻഗാമികൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദ്യത്തെയാണ് തുടക്കത്തെ തന്നെ ഇബ്നു തൈമിയ്യയുടെ വാക്കിലൂടെ നിഷ്പ്രഭമാക്കിയത്. വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുന്നത് ഫൈസൽ മൗലവി. എന്തിനാ മൗലവി അതിന്റെ ആവശ്യം? ഇവിടെ നിങ്ങളുടെ ഇബ്നു തൈമിയ്യ പറയുന്നത് എന്താ? സലഫു സ്വാലിഹുകൾ ആരും ചെയ്തിട്ടില്ലെങ്കിലും പ്രതിഫലം കിട്ടും. ഇബ്നു തൈമിയ്യ 5-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിലുള്ളൊരു വ്യക്തിയാണ്. 5-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ വന്നൊരു വ്യക്തിയാണ് ഇബ്നു തൈമിയ്യ. ഇബ്നു തൈമിയ്യ വെറുതെ പ്രതിഫലം പറഞ്ഞതല്ല. ആ ഖുർആനിലില്ലാത്തത് എന്നാ പറയുന്നത്. എന്താ ഖുർആനിലില്ലാത്തത് പറയാൻ വന്നതാണോ ഇബ്നു തൈമിയ്യ? ഹദീസിനെതിരെ പറയാൻ വന്ന ആളാണോ ഇബ്നു തൈമിയ്യ? സലഫ് സ്വാലിഹുകൾ എതിർത്തതിന്റെ അല്ലെങ്കിൽ സലഫ് സ്വാലിഹുകൾ ചെയ്യാത്തതിന്റെ പേരിൽ ഈ നബിദിനാഘോഷത്തെ എതിർക്കാൻ വേണ്ടി വന്ന ആളാണോ ഇബ്നു തൈമിയ്യ? ഇമാം നബി, ഇമാം ബുഖാരി, അല്ലെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അല്ലെങ്കിൽ അബ്ദുല്ലാഹി അബ്ബാസ് ഒക്കെ പറയുമ്പോ ഇവരുടെ മാത്രം അഭിപ്രായമല്ല ഇത്. ലോകത്ത് 500 കൊല്ലം വരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി 500 വർഷം ആകുന്നത് വരെ ലോകത്തൊരു കുട്ടിക്ക് പറഞ്ഞിട്ടില്ല. 500 കൊല്ലം കഴിയുമ്പോൾ വന്ന ഇബ്നു തൈമിയ്യയാണ് പറഞ്ഞത്. അത് അയാൾ തന്നെ പറഞ്ഞാണ്. ഉത്തമ നൂറ്റാണ്ട് കഴിഞ്ഞു, 2ാമത്തെ നൂറ്റാണ്ടും കഴിഞ്ഞു, 3ാമത്തെ നൂറ്റാണ്ടും കഴിഞ്ഞു. ഈ നൂറ്റാണ്ടിലൊന്നും ആരും പറഞ്ഞിട്ടില്ല. 5-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിലാണ് ഈ വാദം ആദ്യമായി രംഗത്ത് വരുന്നത്. നമുക്കത് സ്വീകരിക്കാൻ പറ്റുമോ? നമുക്കത് അംഗീകരിക്കാൻ കഴിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ചിന്തിക്കണം. ഇത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ സുന്നത്തുമായത്തിന്റെ ഒരു നാടാണ്. ഇത്രയും മുഖ്യതമായൊരു സംഭവം ലോകത്ത്, മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ലാത്തൊരു കാര്യം ഏതോ ഒരാൾ വന്നിട്ട് ആലം റസൂലുള്ളാഹി വഫാത്തായി 500 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഒരാൾ വന്നിട്ട് പറഞ്ഞാൽ നമുക്കത് സ്വീകരിക്കാൻ പറ്റില്ല, നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. ഇത്ര മാത്രമേ ആ വിഷയത്തിൽ എനിക്ക് പറയാൻ. നമുക്ക് ചിന്തിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹാബത്തിന്റെ മാതൃകയാണ്. ഇനി മറിച്ച് നമുക്ക് സ്വീകരിക്കാൻ കുഴപ്പമില്ല. ഒരു സഹാബി പറയണം, തെളിയിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമല്ല. പക്ഷേ തെളിയിക്കാൻ ഇന്ന് ഈ ലോകത്ത് സാധ്യമല്ല. നമുക്കതാ പറയാനുണ്ട്. ഈ രൂപത്തിലാണ് ഇസ്തിഹാസധാരണം പറയണ. നാം ചിന്തിക്കേണ്ടത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ ഏതായിരുന്നാലും വിരോധമില്ല. ബഹുമാനപ്പെട്ട സഹാബത്ത് നമുക്ക് പഠിപ്പിച്ചതാ. അവരെ പിൻപറ്റാൻ നമ്മോട് നിർദ്ദേശിച്ച അല്ലാഹുവാണ്. അവർ പറഞ്ഞു ആമനൂ കമാ ആമനന്നാസ്, സഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം. നമുക്കതേ സ്വീകരിക്കാം.